112 കോടിയുടെ പദ്ധതിയാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു ആക്ഷേപങ്ങളോ പരാതിയൊക്കെ ഉണ്ടായാൽ പിന്നെ പരാതിയിൽ അന്വേഷിക്കാമല്ലോ. അന്വേഷണം ഏതായാലും ആവശ്യമാണ്. ഇറിഗേഷൻ ടൂറിസം എന്നൊരു കൺസെപ്റ്റ് PPP മോഡലിലാണ്. അപ്പോൾ ഇത് ചെയ്ത് നടപ്പിലാക്കുമ്പോൾ ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പെർസെൻറ്റേജ് സർക്കാരിലേക്ക് കിട്ടുകയും ചെയ്യണം. ലീസ് പീരീഡ് കഴിയുമ്പം ഈ മുതൽ സർക്കാരിലേക്ക് നിക്ഷിപ്തമാവുകയും ചെയ്യണം. ഈ കാലയളവിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ലീസിന് വിരുദ്ധമായി അല്ലെങ്കിൽ എഗ്രിമെൻറ്റിന് വിരുദ്ധമായി പ്രവർത്തിച്ചെങ്കിൽ ഇത് ക്യാൻസൽ ആവുകയും ചെയ്യും. നിക്ഷേപകർ കേരളത്തിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നതിനും കൂടെ തടസ്സം നിൽക്കുന്ന സ്ഥിതി ആയതിപ്പം. അപ്പോൾ നിക്ഷേപ സൗഹൃദമായി കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഗവൺമെൻറ്റുകൾ മാറി വന്നാലും അതാണല്ലോ സർക്കാർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ആ നിലയിൽ വരുന്നൊരു പദ്ധതിയാണ്. ഇതിനൊരു പൈസ സർക്കാരിന് മുതൽ മുടക്കില്ല. ഇത് ലാഭവിഹിതത്തിൻ്റെ ഷെയറല്ല, ടേൺ ഓവറിൻ്റെയാണ്. റവന്യൂ വരുമാനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് സർക്കാരിലേക്ക് അടക്കുകയാണ്. ഗവൺമെൻറ് പൈസ അങ്ങോട്ട് മുടക്കുന്നില്ല. ഇതാണ് എൻ്റെ വസ്തുത.